ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് മുട്ട വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചോറിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ചപ്പാത്തി, പൊറോട്ട അങ്ങനെ ഏതിലേക്കും സൈഡായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടോ. വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മുട്ട ഫ്രൈ ആണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് കൊണ്ട് എന്നെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗവിൽ ഞാനൊരു പാൻ വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. അതിലേക്ക് ഒരു 2 തണ്ടോളം കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്നങ്ങ് ഫ്രൈ ആക്കി എടുക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതിയേ. അപ്പോൾ അത് ജസ്റ്റ് ഒന്നങ്ങ് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള 2 വലിയ ഉള്ളി ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 3 എടുത്താൽ മതി കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ളതാണെന്നുണ്ടെങ്കിൽ 2 മാത്രം മതി. ഇനി ആ ഉള്ളി ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്ന് വരാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി അതിൻ്റെ കൂടെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട. ഉള്ളി നല്ല പോലെ ഒന്ന് വഴന്ന് വരണേ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ അങ്ങനെ കൈവിടാണ്ട് അങ്ങനെ വഴറ്റിയെടുത്താൽ മതിയേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിലേക്കൊക്കെ നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിലേക്ക് നമുക്ക് സൈഡാക്കിയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ടയുടെ ഫ്രൈയും കൂടെയാണ്. ഇതിലേക്ക് കറിയൊന്നും വേണമെന്നില്ല കേട്ടോ. ഇതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ അത് ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ രീതിയിൽ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്കതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളി കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്കതിലേക്ക് അങ്ങിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ തക്കാളി നല്ല പോലെ ഒന്ന് ഒടിഞ്ഞ് വരുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാണ്ട് അങ്ങനെ ഇളക്കിയിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. തക്കാളി നല്ല പോലെ ഒന്ന് ഒടിഞ്ഞ് വരണേ. അപ്പോൾ അത് തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ വേണേൽ നമ്മളൊന്ന് വഴറ്റിയെടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് മസാലപ്പൊടികളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അടുത്ത് കണ്ടിട്ട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ഒന്ന് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു പൊടിയുടെ പച്ച സ്മെല്ലും ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നവരെ കുറച്ച് ടൈം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 കപ്പോളം വെള്ളമാട്ടോ എടുത്തിട്ടുള്ളത് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കൊരു 5 മിനിറ്റോളം ഒന്ന് അടിച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കാൻ ആ ഒരു മസാലയുടെ ഒരു പച്ച ടേസ്റ്റും ഒക്കെ പോയി വരും. ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്നങ്ങ് അടിച്ച് വെക്കുന്നുണ്ട്. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ അതാ ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. എണ്ണയൊക്കെ ഇങ്ങനെ തള്ളി വന്നിട്ടുണ്ട്. വെള്ളം ഒന്നും ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ ആക്കിയെടുത്താൽ മതി. വല്ലാണ്ട് അങ്ങ് ഡ്രൈ ആക്കി എടുക്കരുത്. ഇനി ഇതിലേക്ക് നമ്മൾ ലാസ്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി കേട്ടോ. അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക. നമ്മളിതിലേക്ക് കുറഞ്ഞ അളവിൽ മുളക് പൊടിയും അതുപോലെ കുരുമുളക് കുറച്ച് അധികമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി എരിവ് കമ്മി ഉണ്ടെന്ന് തോന്നുകയെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം കൂടിയും കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്നങ്ങ് പരത്തി കൊടുത്തതിന് ശേഷം ആ ഉള്ളിയൊക്കെ ഒന്നിങ്ങനെ പരത്തി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കോഴിമുട്ട അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഓരോന്നായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഉടച്ചിട്ട് ഇങ്ങനെ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ സുഖമായിട്ട് തോന്നിയിട്ടുള്ളത് ഇതുപോലെ ഇങ്ങനെ ഉടച്ചിട്ട് ഓരോന്നാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഒരു 6 എണ്ണമൊക്കെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 എണ്ണ എടുത്തിട്ടുള്ളൂ. ഈ ഒരു മസാല വെച്ചിട്ട് നമുക്ക് ഒരു 6 എണ്ണമൊക്കെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് അതിൻ്റെ ആ ഒരു മുട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഉറച്ച് വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അതാ മുട്ടൊക്കെ നന്നായിട്ട് ഇങ്ങനെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഉറച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഓരോന്നായിട്ട് അങ്ങനെ ഒന്നങ്ങ് മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ മാറ്റുകയാണ്. അപ്പോൾ ഞാൻ 4 എണ്ണം ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ അങ്ങ് മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് നമുക്ക് അടിച്ച് വെച്ചിട്ട് അടിഭാഗം ജസ്റ്റ് ഒന്നങ്ങ് ഉറച്ച് വന്നാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ.
ഒന്നിങ്ങനെ താഴ്ഭാഗം ഒന്നിങ്ങനെ ഉറച്ച് വന്നിട്ടേ. അപ്പോൾ താഴ്ഭാഗം ഏകദേശം ഒന്നായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇനി ഇതൊന്നും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അല്ല ഇതുപോലെ തന്നെ അങ്ങനെ എടുക്കുകയെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്നും കൂടി ഒന്ന് ചെറുതാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പീസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഓരോന്ന് 4 ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്ന് ചെറുതായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു തവി എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിയുടെ ഇല ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് ഫ്രൈ ആണ്. അപ്പോൾ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു എഗ് ഫ്രൈ. വളരെ സിമ്പിളായിട്ട് എന്നാൽ ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് ഫ്രൈയുടെ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് ഏതിലേക്കും സൈഡായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം കൂടെയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്കും കൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു. അസ്സലാമു അലൈക്കും.